ഹായ് കൂട്ടുകാരെ, ഇന്ന് മുതൽ നമുക്ക് MA സൈക്കോളജിയുടെ ഫസ്റ്റ് ഇയറിൻ്റെ ഓരോ ലെസൺസിലൂടെയും പോകാം. ഇഗ്നോയുടെ MA സൈക്കോളജി ഫസ്റ്റ് ഇയറിൻ്റെ ബ്ലോക്ക് 1 കോഗ്നിറ്റീവ് സൈക്കോളജിയാണ്. കോഗ്നിറ്റീവ് സൈക്കോളജി എന്താണ് പ്രതിപാദിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും റീഡ് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടാവില്ലേ? അത് സ്വഭാവമാണോ അതോ എന്താണത്? നമ്മൾ ഒരു സാധനം വായിക്കുമ്പോൾ നമ്മൾ അതിന്ന് എന്തെങ്കിലുമൊക്കെ പെർസീവ് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, അതുപോലെ ഓർത്ത് വെക്കുന്നുണ്ട്. അതിനെ റീസണിങ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമുക്കുണ്ട്. അതായത് അതിനെക്കുറിച്ച് പ്രതിപാദിക്കാനുള്ളൊരു കഴിവുണ്ട്. അതിലൊരു മെൻ്റൽ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ വായന എന്നതൊരു ശീലമാണോ അതോ ഒരു സ്വഭാവമാണോ? ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഇതാണ് നമ്മളുടെ ഇൻ്റലിജൻസ് എന്നൊക്കെയാണ് പണ്ട് കാലങ്ങളിൽ വിശ്വസിച്ചിരുന്നത്. കാരണം ഒരു ബിഹേവിയർ രൂപപ്പെടാൻ ഇങ്ങനെ ഒരു മെൻ്റൽ പ്രോസസ്സ് നടക്കുന്നുള്ളത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടന്നു വന്നത്. മാനസികാവസ്ഥയെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചിട്ടുമൊക്കെ. നമ്മൾ പുസ്തകം വായിക്കുക എന്നുള്ള ഒരു എക്സാമ്പിളാണ് എടുത്തത്. ഇപ്പോൾ നമ്മളൊരു ബുക്ക് വായിക്കണതിന് നമുക്ക് ചില ഗോളുകളും പ്ലാനുകളൊക്കെ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ നമ്മൾ വായിക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് വെറുതെ നേരം പോക്കിന് വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗോൾസ് നമുക്ക് അതിൻ്റെ പിന്നിലുണ്ടാവും. അതേപോലെ ഒരു പ്ലാനുകളുണ്ടാവും, ഇത്ര വായിക്കാം, ഇത്ര പഠിക്കാം എന്നൊക്കെ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ കോഗ്നിഷനിൽ വരുന്നത്. ഈ ഒരു ഫസ്റ്റത്തെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 നമ്മൾ പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? അതായത് ഈ കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഡെഫിനിഷൻ എന്താണ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ്, റിസർച്ച് മെത്തേഡ് എന്തൊക്കെയാണ്, ഡൊമൈൻസ് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി, മെറ്റഫർ ഓഫ് കോഗ്നിഷൻ, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ യൂണിറ്റ് 1 പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇഗ്നോയുടെ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിലൊരുപാട് ഡൗട്ട്സ് നിങ്ങൾക്ക് വന്നേക്കാം. എനിക്കറിയാവുന്നതുപോലെ ഞാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. നമ്മളുടെ SLMലെ, അതായത് സെൽഫ് ലേണിംഗ് മെറ്റീരിയലിലെ എല്ലാ ഭാഗത്തിലൂടെയും കടന്നു പോകാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ ഒരു പാർട്ടാണ് ഇൻട്രൊഡക്ഷൻ ടു കോഗ്നിറ്റീവ് സൈക്കോളജി എന്നുള്ളത്. കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. കോഗ്നിറ്റീവ് സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ പെർസീവ്, ലേൺ, റിമെമ്പർ, തിങ്ക്. ഓരോ ആളുകളും പെർസീവ് ചെയ്യുന്നത്, മനസ്സിലാക്കുന്ന ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് പഠിക്കുന്നത്, എങ്ങനെയാണ് ആലോചിക്കുന്നത്, എങ്ങനെയാണ് ഓർമ്മിച്ച് വെക്കുന്നത്, ഇതൊക്കെയാണ് കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം എഴുതിയെന്ന് വിചാരിക്കുക, അതിൽ തെറ്റുണ്ടോയെന്ന് നമ്മൾ കുറേ തവണ ചിലപ്പോൾ വായിക്കേണ്ടി വരും. ഇതാണ് പാറ്റേൺ റെക്കഗ്നിഷൻ എന്നുള്ള കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയുന്നത്. ഇനി നമ്മളൊരു ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ക്ലാസ് കേൾക്കുന്നതിനൊപ്പം നമ്മൾ നോട്ട്സ് എഴുതുന്നുണ്ടെങ്കിൽ ടീച്ചറോട് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. കാരണം നമുക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അറ്റൻഷൻ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ചോദിക്കുന്നത്. അതും കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ പാർട്ടാണ്. നമ്മളോട് ഒരാൾ ഫോൺ നമ്പർ പറഞ്ഞു തരികയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് ഫോൺ നമ്പർ ചോദിക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ 2 നമ്പേഴ്സ് അല്ലെങ്കിൽ 3 നമ്പേഴ്സൊക്കെ ആയിട്ടായിരിക്കും അത് ആലോചിച്ച് വെക്കുന്നതോ അത് പറയുന്നതോ. അത് നമ്മളുടെ മെമ്മറി അനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതാണ് കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ മറ്റൊരു പ്രത്യേകതയാണ് മെമ്മറി എന്നുള്ളത്. നമ്മളോടൊരു പസിലോ അല്ലെങ്കിൽ ഒരു കുസൃതി ചോദ്യം ആരെങ്കിലും ചോദിച്ചെന്നിരിക്കട്ടെ, പെട്ടെന്ന് പറയണമെന്ന് പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് കിട്ടാറില്ല. നമ്മൾ കുറച്ച് സമയമെടുത്ത് ആലോചിക്കുമ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് പെട്ടെന്ന് കിട്ടാറുണ്ട്. അതിനാണ് ഇൻക്യുബേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് ആൻസർ കിട്ടുമ്പോൾ അത് പ്രോബ്ലം സോൾവിങ് ആയി. സാധാരണ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണ് കോഗ്നിറ്റീവ് സൈക്കോളജി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ആകത്തുകയെ പറയുമ്പോൾ 1-2 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ ഉദാഹരണങ്ങളിലെല്ലാം ചില തരത്തിലുള്ള ഒരു ഫെയിലിയർ നടക്കുന്നുണ്ടല്ലേ, നമുക്ക് അറ്റൻഷൻ കിട്ടുന്നില്ല, നമുക്ക് ഓർക്കാൻ കഴിയുന്നില്ല, അങ്ങനെയുള്ളതൊക്കെ. പക്ഷേ അതൊരു സീരിയസ് ആയ കാര്യം അല്ലെങ്കിൽ ഒരു ഡിസോർഡർ ആവുമ്പോഴാണ് അത് കോഗ്നിഷൻ പ്രശ്നമായിട്ട് മാറുന്നത്, മെൻ്റൽ പ്രോസസ്സിൻ്റെ പ്രശ്നമായിട്ട് മാറുന്നത്, അതൊരു ഫെയിലിയറായിട്ട് മാറുന്നത്.
ഇങ്ങനെ ഉള്ള ഫെയിലിയേഴ്സാണ് സൈക്കോളജിക്കൽ അനാലിസിസിൽ ഓരോന്നും കണ്ടുപിടിക്കാനായിട്ട്, മെൻ്റൽ ഫിനോമിന കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്നതും. അങ്ങനെയാണെങ്കിൽ ഈ മെൻ്റൽ ഫിനോമിനൻ തന്നെയാണ് കോഗ്നിറ്റീവ് സൈക്കോളജി, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് മെൻ്റൽ ഫിനോമിനയെക്കുറിച്ചുള്ള പഠനം തന്നെയാണ്. ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് മൈൻഡ് എന്നാണ് ഇതിനൊരു ഡെഫിനിഷൻ നമുക്ക് പറയാവുന്നത്. സോ കോഗ്നിറ്റീവ് സൈക്കോളജി ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് മൈൻഡ്. ഈ ഒരു ക്ലാസ്സോടെ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ റിസർച്ച് മെത്തേഡ് ഇൻ കോഗ്നിറ്റീവ് സൈക്കോളജിയെക്കുറിച്ച് സംസാരിക്കാം. അതുവരേക്കും സൈനിങ് ഓഫ് നദീറ.